നെക്സ്റ്റ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാനുഫാക്ചറബിലിറ്റിയും റിലയബിലിറ്റിയാണ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നതും അതിൻ്റെ റിലയബിലിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഈ രണ്ട് പോയിന്റുകൾ വളരെ പ്രധാനമാണ്. മാനുഫാക്ചറബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ എബിലിറ്റി ടു മാനുഫാക്ചർ ഇഫക്റ്റീവ്ലി. നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണോ വിചാരിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക, മാനുഫാക്ചർ ചെയ്യാൻ ഇഫക്റ്റീവായിട്ട്. അതിന് നമ്മൾ അതിൻ്റെ ഡിസൈൻ, കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ റിക്വയർമെൻറ്റ്സ് ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് അതിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് മാനുഫാക്ചറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാനുഫാക്ചറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഡിഗ്രി ടു വിച്ച് എ പ്രൊഡക്റ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനുഫാക്ചേർഡ് ഗിവൺ ഇറ്റ്സ് ഡിസൈൻ. ഈ മൂന്ന് കാര്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ, അതിന് എത്ര കോസ്റ്റ് ആവും, എങ്ങനെ അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം, ഈ മൂന്ന് കാര്യങ്ങൾ ഇഫക്റ്റീവായി സ്വന്തമായി ചെയ്യുന്നതിനാണ് മാനുഫാക്ചറബിലിറ്റി എന്ന് പറയുന്നത്. മെറ്റീരിയലും പ്രോസസ്സും യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നു. അതിനനുസരിച്ചാണ് മാനുഫാക്ചറബിലിറ്റിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ മാനുഫാക്ചറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതാ? ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് പ്രിൻസിപ്പിളിൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ് പേസ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് മാനുഫാക്ചറിങ് മെത്തേഡ്. ഈ ഒരു മാനുഫാക്ചറബിലിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ മെറ്റീരിയൽ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക, ആൻഡ് മാനുഫാക്ചറിങ് മെത്തേഡ് എന്താണെന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഇനി എന്താണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈനിൽ മാനുഫാക്ചറബിലിറ്റീനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ഒന്ന്, പാർട്സ് ആൻഡ് മെറ്റീരിയൽസ്. അതായത് ബേസിക് പ്രിൻസിപ്പിൾ മാനുഫാക്ചറബിലിറ്റിയുടെ എന്ന് പറയുമ്പം അവിടെ മിനിമൈസിങ് ദ നമ്പർ ഓഫ് പാർട്സ്. ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ എത്ര പാർട്ടുകൾ വേണോ അതിൻ്റെ എണ്ണം പരമാവധി കുറയ്ക്കുക, നല്ലൊരു മോഡുലാർ ഡിസൈൻ കൊടുക്കുക, സ്മാർട്ട് മെറ്റീരിയൽ ചോയ്സസ്, നല്ലൊരു സ്റ്റാൻഡേർഡ് കോമ്പോണൻസ് യൂസ് ചെയ്യുക. അതായത് എത്രത്തോളം ഇതെല്ലാം കുറയുന്നോ, ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഒരു പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് സമയവും എഫേർട്ടും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. രണ്ടാമത്തത് മാനുഫാക്ചറിങ് മെത്തേഡാണ്. ആദ്യം അതിൻ്റെ പാർട്ടും മെറ്റീരിയലും നോക്കുക. രണ്ടാമത് അതിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡാണ്. കാരണം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് ഏറ്റവും ലോ ആയിരിക്കുന്ന പ്രോസസ്സ് വേണം അവിടെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത് അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറേ പാർട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക, അതിനെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആവുക. സോ ആ ഒരു അസംബ്ലിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ സ്മൂത്ത് ആയിരിക്കണം. ആ സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ബൈ ദ നമ്പർ ഓഫ് കോമ്പോണൻസ്, ആ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ ഗുഡ്സിലേക്ക് ആക്കാൻ എത്രത്തോളം കോമ്പോണൻസ് വേണമെന്നുള്ള ഉള്ളത് മാത്രമല്ല, അത് ഏതൊക്കെ തരത്തിൽ അതിനെ അസംബിൾ ചെയ്യാം എന്നുള്ളത് കൂടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അഡീഷണലി ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് വെദർ ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഏബിൾ ടു അസംബിൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കൊളാബറേറ്റീവ് റോബോട്ട്. കോബോട്ട് എന്ന് പറയും, കൊളാബറേറ്റീവ് റോബോട്ടിന് ഷോർട്ടായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണോ അത് അസംബിൾ ചെയ്യേണ്ടതുള്ള കാര്യം കൂടി അവിടെ നോക്കുക. നാലാമത്തെ പോയിന്റ് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് ആണ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ തന്നെ ഓരോ പാർട്ടുകളും നിർമ്മിച്ചെടുക്കുമ്പോൾ ആ ഓരോ പാർട്ടും വേണ്ടത്ര അളവിൽ ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ആ അഷുറൻസ് എപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുന്ന അഷുറൻസ് എപ്പോഴും അത് ഉണ്ട് എന്നുള്ളത് ആ പ്രോസസ്സിൽ സമയത്ത് തന്നെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി കാരണം ചിലപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ വിട്ടുവീഴ്ച വരുത്തരുത് എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതെന്താണ്, അത് വളരെ അതിൻ്റെ ക്വാളിറ്റിയോട് കൂടിയാണ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് വരുന്ന മാനുഫാക്ചറിങ്ങിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട. ഒന്ന്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പാർട്സും മെറ്റീരിയൽസും. രണ്ട്, അതെങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളത്. മൂന്നാമത് അതിൻ്റെ അസംബ്ലി. നാലാമത് അതിൻ്റെ ക്വാളിറ്റി. ഈ നാല് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാണ് ആ കമ്പനിക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒന്ന്, കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കുന്നതിനേക്കാൾ സ്വയമേവ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ 80% നമുക്ക് തോട്ട് ദാറ്റ് 80% ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് ആർ ഡിറ്റർമിൻഡ് ഇൻ ദ ഡിസൈൻ ഫേസ്. ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും കോസ്റ്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്ന ഫേസിലാണ്. അപ്പോൾ ഒരു 80% വരുന്നത് അതിൻ്റെ ഡിസൈനിങ് ഫേസാണ്. സോ ഏർലി ഇൻ ദ ഡിസൈൻ കോസ്റ്റ് സേവിങ് ക്യാൻ ബി അച്ചീവ്ഡ്. നമുക്ക് കൃത്യമായി തന്നെ മുൻകൂട്ടി അതിൻ്റെ ഡിസൈൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് നിർണ്ണയിക്കുന്ന ആദ്യം അതിൻ്റെ മെറ്റീരിയലിലൂടെയാണ്. സോ മെറ്റീരിയൽ സെലക്ഷനിലാണ് കോസ്റ്റ് സേവിങ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അത് മെറ്റീരിയൽ വേസ്റ്റ് കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു പാർട്ട് ഡിസൈനിലേക്ക് നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് കസ്റ്റമർക്കും അത് അഡ്വാൻറ്റേജസ് ആയിരിക്കും. കാരണം അത് കൃത്യമായി ഡിസ്കസ് ചെയ്ത് അവൈലബിൾ ആയിട്ട് റോ മെറ്റീരിയൽസും കോമ്പോണൻസും യൂസ് ചെയ്ത് എക്സ്പേർട്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കപ്പോൾ അധികം പ്രൈസ് കൂട്ടാതെ തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്.
രണ്ടാമത്തെ മാനുഫാക്ചറബിലിറ്റി സ്ട്രീംലൈൻസ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി. കൃത്യമായിട്ട് ആ പ്രൊഡക്ഷനെ സ്ട്രീംലൈൻ ചെയ്യാനും അതേപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഇതിലൂടെ നമ്മൾ തന്നെയാണ് സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, കാരണം മറ്റൊരാളുടെ പ്രോഡക്റ്റ് നമ്മൾ എടുത്തിട്ട് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തന്നെ സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഓരോ പോർഷനും ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനും പ്രൊഡക്ഷനെയൊക്കെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാനൊക്കെ അവിടെ സാധിക്കുന്നതാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് എത്ര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആൻഡ് അതിൻ്റെ മെഷീനബിൾ പീസസിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, 4 ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് സെറ്റപ്പ് ടൈമിൽ വരുന്നത്, പിന്നെ മെഷീനിങ് ടൈമിൽ, മെറ്റീരിയൽ കോസ്റ്റ്, പിന്നെ പോസിബിളി ടൈം സ്പെൻഡ് ഓൺ മെഷർമെൻറ്റ്. ഇത്രയും കാര്യങ്ങളിലാണ് നമുക്ക് സമയം എടുക്കുന്നത്. അപ്പോൾ ഒരു സ്കിൽഡ് ഡിസൈനർ ആണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് പാർട്സും മെറ്റീരിയൽസും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അത് സപ്ലൈ ചെയിനൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡെലിവറി ടൈം അവിടെ കുറയ്ക്കാൻ പറ്റും, എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പറ്റും. നമ്മൾ ഓരോ പാർട്ടും വളരെ കെയർഫുൾ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ് ഫ്യൂച്ചർ മോഡിഫിക്കേഷൻസ്. ഇനി ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുകയെന്ന് വെച്ചാൽ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം മാനുഫാക്ചറബിലിറ്റി പ്രിൻസിപ്പിൾ, മോഡുലാരിറ്റി, അതിൽ വല്ല മോഡുലേഷൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോമ്പോണൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിലൊക്കെ നമുക്കൊരു ഫ്യൂച്ചർ അപ്ഡേറ്റ് ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആയ ഒരു കാര്യങ്ങളും അവിടെ യൂസ് ചെയ്യരുത്. കാരണം ലെസ് മെറ്റീരിയൽ വേസ്റ്റ്, പരമാവധി മെറ്റീരിയൽ വേസ്റ്റ് കുറയ്ക്കുക, എനർജി കൺസംഷൻ വളരെ കുറവ് മാത്രം ഉപയോഗിക്കാം, ആൻഡ് വേസ്റ്റ് ജനറേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്നതൊക്കെ കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ വളരെ റെസ്പോൺസിബിൾ ആക്ഷനായിട്ടൊക്കെ നമുക്കിതിനെ മീറ്റ് ചെയ്തുകൊണ്ട് ഡിമാൻഡ് നമുക്ക് ഭാവിയിൽ എത്രത്തോളം ഉണ്ടോ അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തേൽ സ്മാർട്ട് പ്രൊഡക്റ്റ് ഡിസൈൻ കൺസിഡേഴ്സ് മാനുഫാക്ചറബിലിറ്റി. ഒരു മാനുഫാക്ചറബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ് എക്സാമിന് ആഫ്റ്റർ ദ പ്രൊഡക്റ്റ് ഹാസ് ബീൻ ഫുള്ളി ഡിസൈൻഡ്. ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയി ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമുക്കതിനെ പൂർണ്ണമായിട്ട് എൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആ പ്രൊഡക്ഷനിലാണ് വെച്ചാലോ വേണ്ട ഫോഴ്സുകൾ അവിടെ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് മിനിറ്റും അത് ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിലും അതിനനുസരിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിലേ ചെയ്യാനും അല്ലെങ്കിൽ ലീഡ് ദ ഡിസൈനർ ടു മേക്ക് സ്പീഡി ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. ചില കോംപ്രമൈസുകൾ, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ. ഇത്രയാണ് മെഷറബിലിറ്റിയെക്കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെയിൻ പോയിന്റ് ആയിരുന്നു റിലയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് റിലയബിലിറ്റി? പ്രൊഡക്റ്റിനെ നമ്മൾ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വാസം കൊടുക്കുക. റിലയബിൾ ആണ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പെർഫോം ഇറ്റ്സ് ഇൻറ്റൻറ്റ് ഫംഗ്ഷൻ കൺസിസ്റ്റൻ്റ്ലി ആൻഡ് വിതൗട്ട് ഫെയിലിയർ അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻസ് ഫോർ എ ഡിഫൈൻഡ് പീരീഡ്. നമുക്ക് എത്ര കാലമാണോ അതിന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ ഈ റിലയബിലിറ്റി ശരിക്കും ആരാണ് ചെക്ക് ചെയ്യേണ്ടത്? ഒരു പ്രൊഡക്റ്റ് റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ കൂട്ടും. അപ്പോൾ ഒരു കമ്പനി കൺസിഡർ ചെയ്യുന്നത് റിലയബിൾ എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് അത് റിലയബിൾ ആണെന്ന് പ്രൂവ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഡെയിലി പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്, അതിൽ തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് റിലയബിലിറ്റി ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് റിലയബിലിറ്റി ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ അസസ്മെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് റിലയബിലിറ്റി ടെസ്റ്റിംഗ് അവിടെ ഉണ്ടാവും, ഫെയിലിയർ മോഡ് അനാലിസിസ് ഉണ്ട്, ഡിസൈൻ ഓപ്റ്റിമൈസേഷൻ ഉണ്ട്. ഇതൊക്കെ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റിയും പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഒരു പ്രൊഡക്റ്റിൻ്റെ റിലയബിലിറ്റിയുടെ കോമ്പോണൻസ് എന്ന് പറയുന്ന 5 കോമ്പോണൻസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് കൺസിസ്റ്റൻസിയാണ്. നല്ലൊരു റിലയബിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ എത്രയാണോ ആ കമ്പനി പറയുന്ന ആ കാലത്തോളം അത് നല്ല ശരിയായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. അതിന് നല്ലൊരു കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടായിരിക്കും. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പം ആ പ്രൊഡക്റ്റിന് അവർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ പറയും മാക്സിമം ഇത് ഇത്ര കാലം വരെ നിങ്ങൾക്ക് നന്നായി യൂസ് ചെയ്യാം. അതിൻ്റെ വെയർ ആൻഡ് ടിയർ ആണ് നോക്കുന്നത്. തേയ്മാനം സംഭവിക്കുന്നതൊക്കെ എത്ര കാലം, അതെങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ പറയും 10 വർഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് പറയുമ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, അതിൻ്റെ ക്വാളിറ്റി, റിലയബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഹൈ ക്വാളിറ്റി മെറ്റീരിയലും നല്ല പ്രൊഡക്ഷൻ പ്രോസസ്സും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഫങ്ഷനാലിറ്റി, ആ പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ കാര്യം അത് നിർവഹിക്കാൻ സാധിക്കുന്നതായിരിക്കണം. അതിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ വളരെ നല്ലതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ലോങ്ങിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ്ങർ ആയിട്ടുള്ള യൂസ്ഫുൾ ലൈഫ് ആയിരിക്കണം. നമ്മൾ ഇന്ന് വാങ്ങിയിട്ട്
10 ദിവസം കഴിയുമ്പോൾ കേടുവരിക എന്നുള്ളതല്ല. അതിന് പറഞ്ഞ കാലയളവ് വരേക്ക് അത് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഫ്രീക്വൻ്റ് ആയിട്ട് റീപ്ലേസ്മെൻറ്റ് റെഡ്യൂസിങ്, കാരണം ഇടയ്ക്കിടയ്ക്ക് കേടുവരുമ്പോൾ എന്താ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായി വരും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് വളരെ ലോങ്ങർ പീരീഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് റിലയബിൾ ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ 5 കാര്യങ്ങളാണ്: കൺസിസ്റ്റൻസി, ഡ്യൂറബിലിറ്റി, ക്വാളിറ്റി, ഫങ്ഷണാലിറ്റി, ലോങ്വിറ്റി. ഇതെല്ലാം നമ്മളവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ റിലയബിലിറ്റിക്ക് ഒരു സ്റ്റേജ് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഡിസൈൻ ഫോർ റിലയബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിലയബിലിറ്റി കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം ആദ്യം മുതലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ മാത്രം റിലയബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല. സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ഒരു പൊട്ടൻഷ്യൽ ഫെയിലിയർ മോഡ്സ് ഏർലി ഇൻ ദ ഡിസൈൻ പ്രോസസ്സിൽ തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. നല്ല ഗുഡ് ഡിസൈൻ പ്രിൻസിപ്പിൾസ്, നല്ല എഞ്ചിനീയേഴ്സ് അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സെൻസിറ്റിവിറ്റി വല്ലാതെ വേരിയേഷൻസ് വരുത്താതെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. നല്ല മെറ്റീരിയൽ, നല്ല കോമ്പോണൻസ്, പ്രൊഡക്റ്റ് ഡിപ്പെൻഡബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്യുക. കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ടൂൾസും സിമുലേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഓപ്റ്റിമൈസ് ചെയ്യാം. ആൻഡ് എൻറ്റയർ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ എൻഡ് യൂസ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നതൊക്കെ അതിലൂടെ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വലിയ നഷ്ടങ്ങൾ അവിടെ ഉണ്ടാവില്ല. അത് മുൻകൂട്ടി നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ആദ്യം മുതൽ അവസാനം വരെ. കാരണം ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സുകൾ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, മാനുഫാക്ചറിങ് കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് ഇൻകമിങ് ക്വാളിറ്റി ചെക്സ് ഓഫ് റോ മെറ്റീരിയൽസ്. നമ്മളെടുക്കുന്ന ഓരോ മെറ്റീരിയലിനും നമ്മളതൊക്കെ ചെക്ക് ചെയ്യുക ആൻഡ് പെർഫോം ചെയ്യുക. പ്രോസസ് ഇൻസ്പെക്ഷൻസ് അറ്റ് ക്രിട്ടിക്കൽ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ വരുന്നതെന്ന് വെച്ചാൽ ആ സമയത്തുള്ള പ്രോസസ്സിലത്തെ എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ഷൻ നടത്തുക, അങ്ങനെ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ നടത്തുക, റിലയബിലിറ്റി ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഇനി അതിൻ്റെ ഡിഫക്റ്റ് ക്യാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കസ്റ്റമേഴ്സിൽ അത് പൂർണ്ണമായും നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു അഡ്രസ് സിസ്റ്റമാറ്റിക് ഇഷ്യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യാനും കൂടി നമുക്ക് സാധിക്കണം. ആൻഡ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ടാണ്. ഏറ്റവും റിലയബിൾ പ്രൊഡക്റ്റ് റിക്വയർ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസും സപ്പോർട്ടുമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ളതും വളരെ കോംപ്രിഹെൻസീവ് യൂസർ മാനുവൽസും ഡെവലപ്പ് ചെയ്യുക ആൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ടു കസ്റ്റമേഴ്സ്. ഇത് ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരികയാണെച്ചാൽ തന്നെ വന്നിട്ട് അത് ചെയ്യുന്നതിനെക്കാട്ടിലും വരാതിരിക്കാനുള്ള എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം മാനുവലായിട്ട് തന്നെ അവർക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക. ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ദ ഫീൽഡ് ടു ഐഡൻറ്റിഫൈ കോമൺ ഇഷ്യൂസ് ആൻഡ് ഡെവലപ്പ് സൊല്യൂഷൻസ്. ഇനി നമ്മളത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കോമൺ ആയി കിട്ടുന്ന ചില ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതേതൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ട് എക്സ്റ്റെൻഡ് ദ ലൈഫ് ഓഫ് പ്രോഡക്ട്സ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതിന് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ്. അപ്പോൾ അതുവഴി എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവിടെ കൂടാനും ആൻഡ് വാല്യുബിൾ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് എടുത്ത 2 മെയിൻ ടോപ്പിക്കാണ് മാനുഫാക്ചറബിലിറ്റിയും റിലയബിലിറ്റിയും. അപ്പോൾ എന്താണ് മാനുഫാക്ചറബിലിറ്റി, എന്താണ് റിലയബിലിറ്റി, അതിൻ്റെയൊക്കെ കോമ്പോണൻസ്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, അതിൻ്റെ ബെനിഫിറ്റുകൾ, മാനുഫാക്ചറിൻ്റെ അതിൻ്റെ കോമ്പോണൻസ്, അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.